ഇന്നിപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണ് 2026. നമുക്കറിയാം, സ്കൂൾ ജീവിതത്തിൻ്റെ സെക്കൻഡറി ഘട്ടം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലുള്ള 2 വർഷക്കാലമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക, സാമൂഹിക, മാനസിക വളർച്ചയിലെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. ഈ പ്രായത്തിൽ അവർക്ക് മികച്ച രീതിയിലുള്ള പഠന സഹായം നൽകുന്നതിലൂടെ അവരെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിൻ്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ ഫലപ്രഖ്യാപനം. നമ്മൾ സാധാരണ പറയാറുണ്ട്, സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഹയർ എഡ്യൂക്കേഷനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഹയർ സെക്കൻഡറി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ഈ ബ്രിഡ്ജ് പാസ് ചെയ്യാൻ, കടക്കാൻ സാധിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഹയർ സെക്കൻഡറി ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. 2026 മാർച്ച് 6 മുതൽ 26 വരെ തീയതികളിലായിട്ടാണ് പരീക്ഷകൾ നടന്നത്. ഹയർ സെക്കൻഡറിയിൽ കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ 2005 സ്കൂളുകളിലായി 1984 പരീക്ഷാ കേന്ദ്രങ്ങളും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ സ്കോൾ കേരള, ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണയ ക്യാമ്പുകളും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിൽ 22,172 അധ്യാപകരും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,210 അധ്യാപകരും മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 11 വരെ തീയതികളിലായിട്ടാണ് മൂല്യനിർണയം പൂർത്തിയാക്കിയത്. മൂല്യനിർണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2026 ജനുവരി 22 ഫെബ്രുവരി 15 വരെയാണ് നടന്നത്. പൂർത്തീകരിക്കാനും പരീക്ഷാഫലം സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുവാനും വേണ്ടി പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാൻ, പരീക്ഷാ സെക്രട്ടറിമാർ, DD-മാർ, RDD-മാർ, AD-മാർ, സിസ്റ്റം മാനേജർമാർ, അധ്യാപകർ, അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഈ സന്തോഷ വേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ അധ്യാപക സംഘടനാ പ്രതിനിധികളൊക്കെ ഈ അവസരത്തിൽ ഇവിടെ പ്രസന്റാണ്. നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കഠിന പരിശ്രമം നടത്തി അവരെ ഒരിക്കൽ കൂടി വകുപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ. ഫുൾ A+ കിട്ടിയവർ, 1200-ൽ 1200 നേടിയവർ ഒക്കെ ഉണ്ടാവും. ഉയർന്ന മാർക്ക് വാങ്ങിയവരുണ്ടാവും. കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ടാകാം, യോഗ്യത കൂടാതെ പുറത്തായവരുണ്ടാകാം.
അപ്പോൾ അവരോടൊക്കെ വല്ലാതെ അതിൻ്റെ പേരിൽ നിരാശപ്പെട പരിശ്രമിച്ച് നല്ല ഉത്സാഹത്തോടു കൂടി പ്രയത്നിച്ച് ഇതിനെ മറികടക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇതൊരു ഇത്തരത്തിലുള്ള ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അതിൻ്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെട്ട് നിരാശ അരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി അത്തരം കുട്ടികളോടും ഈ സന്ദർഭത്തിലുണ്ട്. അവർക്ക് ഉള്ള വിഷയങ്ങൾ എഴുതാനും ഏതെങ്കിലും വിഷയത്തിന്റെ മാർക്ക് മെച്ചപ്പെടുത്താനുമായി 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കും. 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയുള്ള തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇനി നമ്മൾ റിസൾട്ടിലേക്ക് പോവുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2026 മാർച്ച്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 2,90,398. അതെ, 2,90,398 ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,72,423. അത് കഴിഞ്ഞ വർഷം 3,70,642. ഇതിൽ ആൺകുട്ടികൾ 1,79,672. ആൺകുട്ടികളിൽ ജയിച്ചവർ 1,22,906. വിജയ ശതമാനം 68.41. അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ 1,79,952. അതിൽ ജയിച്ചവർ 1,23,160. വിജയ ശതമാനം 68.44. അപ്പോഴും ചെറിയൊരു ശതമാനം ഇത്തവണ ആ കാറ്റഗറിയിലും കൂടുതലാണ്. അതെ, ഇത്തവണ ചെറിയൊരു ശതമാനം കുറവാണ്. 0.03 ആണ് വരിക. ഓക്കെ, ആൺകുട്ടികൾ. പെൺകുട്ടികൾ 1,92,751 പേർ പരീക്ഷ എഴുതിയത്. ജയിച്ചവർ 1,67,475. വിജയ ശതമാനം 86.89. അപ്പോൾ പെൺകുട്ടികളുടെ വിജയ ശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. ഏകദേശം 20% വ്യത്യാസമുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിജയ ശതമാനത്തിന്റെ കാര്യത്തിൽ. പെൺകുട്ടികൾ ഏറെ മുന്നിലാണ്. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആൺകുട്ടികൾ പിറകിൽ പോയതുകൊണ്ടല്ല, പെൺകുട്ടികൾ വളരെ മുന്നിൽ വന്നു എന്നുള്ളത് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലിനി കഴിഞ്ഞ വർഷത്തെ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയവർ 1,90,690. ജയിച്ചവര് 1,65,234. വിജയ ശതമാനം 86.65. അപ്പോൾ പ്രാവശ്യം കൂടി. പെൺകുട്ടികളുടെ വിജയ ശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്നു. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ
സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലേ, കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു പോയിന്റ് സംതിങ് കൂടുതലാണ്. സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. ശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 പോയിന്റ് സംതിങ് കൂടുതലാണ് എയ്ഡഡ് സ്കൂളിന്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. വിജയശതമാനം 78.18. കഴിഞ്ഞ വർഷം 75.91. ഏകദേശം 3% വർധനമാണ്. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 321. ഉപരിപഠന യോഗ്യത 275. വിജയശതമാനം 85.67. കഴിഞ്ഞ തവണ 86.4. കുറവാണ്, ഇത്തവണ കുറവാണ്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ വർഷം 30,140. അപ്പോൾ കൂടുതലാണ്, ഒരു 416 എണ്ണം ഫുൾ A+ 30,561. 416 എണ്ണം കൂടുതൽ. ഇനി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,523. ആൺകുട്ടികൾ 1, പെൺകുട്ടികൾ 442. യോഗ്യത നേടിയവർ 1,109. വിജയശതമാനം 72.82. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.76. 2% കൂടുതലാണ്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 50. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറിയിൽ കേട്ടോ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 63. ആൺകുട്ടികൾ 21, പെൺകുട്ടികൾ 42. ഉപരിപഠന യോഗ്യതയുടെ എണ്ണം 52. വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പോൾ അവിടെയും 2%-ലധികം വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള ആകെ കുട്ടികൾ 25,494. ആൺകുട്ടികൾ 14,829. പെൺകുട്ടികൾ 10,665.
ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 12,982. വിജയ ശതമാനം 50.92. വളരെ കുറവാണല്ലേ ഈ പ്രൈവറ്റ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമാണെന്നാൽ കഴിഞ്ഞ വർഷം 46.52. 4% വർധനവ് ഈ സ്കോൾ കേരള വഴി പരീക്ഷ എഴുതിയ കുട്ടികൾക്കുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 537. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ ആകെ കുട്ടികൾ 41,076. ആൺകുട്ടികൾ 28,000, പെൺകുട്ടികൾ 13,076. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 14,595. വിജയ ശതമാനം 35.53. കഴിഞ്ഞ വർഷം 21.45. അപ്പോൾ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ സെക്ഷനിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. 21, 35, 15%, 14%. എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 4,40,579. എല്ലാ വിഭാഗത്തിലുമായി ആകെ പരീക്ഷ എഴുതിയത്. അതിൽ ആൺകുട്ടികൾ 2,23,613. പെൺകുട്ടികൾ 2,16,966. ഇതിന്റെ മറ്റു വിവരങ്ങൾ. വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ല ഒരു സർപ്രൈസാ, ഇടുക്കി. വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ല 84.64. വിജയ ശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂള് കാസർഗോഡ് ശതമാനം 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾ 76. അതിൽ സർക്കാർ സ്കൂളുകൾ 9, എയ്ഡഡ് സ്കൂളുകൾ 24, അൺഎയ്ഡഡ് സ്കൂളുകൾ 30, സ്പെഷ്യൽ സ്കൂളുകൾ 13. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 68,410. 100% വിജയം കരസ്ഥമാക്കിയ ആകെ സ്കൂളുകൾ 76. പിന്നെ അതിന്റെ കാറ്റഗറിയാണ് സർക്കാർ സ്കൂൾ 9, എയ്ഡഡ് സ്കൂൾ 24, അൺഎയ്ഡഡ് സ്കൂൾ 30, സ്പെഷ്യൽ സ്കൂൾ 13. കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം ജില്ലയിൽ 68,410. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വയനാട് 9,289. മുഴുവൻ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം, അതായത് 1,200-ൽ 1,200 മാർക്കും നേടിയ അതിമിടുക്കരും മിടുക്കികളുമായ കുട്ടികൾ 1,200-ൽ 1,200 60. അതിൽ ആൺകുട്ടികൾ 10. അവിടെയും അത് പ്രകടമാണ്. പെൺകുട്ടികൾ 50. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷം ഈ മുഴുവൻ സ്കോർ ലഭിച്ച കുട്ടികൾ 41 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തവണ 60 പേരുണ്ട്. മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. 30,561 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. ഇത് കഴിഞ്ഞ വർഷം 30,145. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, കൂടുതലാണ്. ഇതിലിനി പെൺകുട്ടികൾ 23,095, ആൺകുട്ടികൾ 7,466. അവിടെയും ആ ഒരു വലിയ അന്തരമുണ്ട്. സയൻസ് 22,970, ഹ്യൂമാനിറ്റീസ് 2,327, കൊമേഴ്സ് 5,264. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹരാക്കിയ ജില്ല മലപ്പുറം 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്, 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സ്കൂൾ ജില്ല കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളിലേക്ക് വരികയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി മലപ്പുറം ജില്ലയിൽ 835 പേർ. വിജയ ശതമാനം 85.39.
ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ, അതും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി മലപ്പുറം 835 പേർ. വിജയശതമാനം നേരത്തെ പറഞ്ഞ പോലെ 85.39. SC വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 33,591. വിജയിച്ചവർ 19,802. വിജയശതമാനം 58.95. SC ആണ് ഇപ്പോൾ പറഞ്ഞത്. അതൊക്കെ ഇനിയും നമുക്ക് ഉത്സാഹിച്ച് ഒന്നുകൂടി ഉയർത്തേണ്ടതുണ്ട്. ST വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 4,895. വിജയിച്ചവർ 3,198. വിജയശതമാനം 65.33. ഇതിൽ ചില മേഖലയിലൊക്കെ 100% ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ അട്ടപ്പാടിയിലെ MRSലൊക്കെ 100%. വ്യക്തിഗതമായ പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3:30 മണി മുതൽ സമയമുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫൈൻ ഇല്ലാതെ 1/6/2026, ഫൈനോടുകൂടി 3/6/2026. സേ പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ്. അത് നേരത്തെ പറഞ്ഞതാണ്. മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും 3/6/2026. പിന്നെയുള്ളത് റിസൾട്ട് ലഭ്യമാകുന്ന വെബ്സൈറ്റുകളാണ്. www.results.kerala.government.in. പിന്നെയുണ്ട് www.prdkerala.government.in. റിസൾട്ട്സ് digilocker.government.in. www.result.kite.kerala.government.in. റിസൾട്ട് ലഭ്യമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ: സഫലം 2026, iExam-MS കേരള, PRD ലൈവ്. റിസൾട്ട് ലഭ്യമാക്കുന്ന വാട്സപ്പ് നമ്പർ 9188619958. +2 സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണ് ഇതുവരെ പറഞ്ഞത്. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം 2026 മാർച്ചിലെ സംസ്ഥാനത്തെ 389 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ NSQF അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിയത്. വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെന്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന് കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന അസസർമാരാണ് നടത്തുന്നത്. വൊക്കേഷണൽ കോഴ്സുകളുടെ തിയറി, ED, മാനേജ്മെന്റ് എന്നീ പരീക്ഷകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും നോൺ വൊക്കേഷണൽ വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയുമാണ് ചെയ്യുന്നത്. VHSC വിഭാഗത്തിൽ ഈ വർഷം 48 സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലത്തിന്റെ വിശദാംശങ്ങൾ: പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 389, മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ എണ്ണം 8, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 25,259. വിജയിച്ചവർ, ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 18,311. വിജയശതമാനം 72.49. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.06. അപ്പോൾ 2.5%, 2% VHSCയിൽ വിജയശതമാനത്തിൽ വർധനവുണ്ട്. അതെ, വിജയശതമാനത്തിലെ വർധനവ് 2.43. ഇനി അതിലെ പ്രൈവറ്റ് വിഭാഗം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2,900. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 1,555. വിജയശതമാനം
53.62. വിജയശതമാനം വിഷയാടിസ്ഥാനത്തിൽ സയൻസ് 71, ഹ്യൂമാനിറ്റീസ് 71.50, കൊമേഴ്സ് 78.59. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ. പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ 14,976. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ ആൺകുട്ടികൾ 9,716. ആൺകുട്ടികളുടെ വിജയശതമാനം 64.88. പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ 10,283. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികൾ 8,595. പെൺകുട്ടികളുടെ വിജയശതമാനം 83.58. അവിടെയും നേരത്തെ പോലെ 20% വർധനവിൽ പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുകയാണ് BHC. ഇനി ഇതിൽ നമ്മൾ SC വിഭാഗത്തിലേക്ക് വന്നാൽ പരീക്ഷ എഴുതിയത് 2,348 കുട്ടികളാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 1,484. വിജയശതമാനം 63.20. ഇത് +2 കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതലാണ്. ST വിഭാഗത്തിനും പരീക്ഷ എഴുതിയത് 204 പേരേ ഉള്ളൂ. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 129 പേര്. അങ്ങനെ വരുമ്പോൾ വിജയശതമാനം 63.24. ഇനി ജില്ലകളുടെ കമ്പാരിസൺ. ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട്. വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 740. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ജയിച്ചവർ 646. വിജയശതമാനം 87.30. വിജയശതമാനം കുറഞ്ഞ ജില്ല ഇവിടെയും കാസർഗോഡാണ്. ഏറ്റവും കുറവ് വിജയശതമാനം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 1082. യോഗ്യത നേടിയവർ 656. വിജയശതമാനം 60.63. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 13. 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 7. എയ്ഡഡ് സ്കൂളുകൾ 6. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം PHCയിൽ 162. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത് മുൻ വർഷം 2025 193 പേരുണ്ട്. അപ്പോൾ കുറവാണ്. കുറവ് 31 കുട്ടികളുടെ എണ്ണം കുറവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂൾ റഹ്മാനിയ VHSS ഫോർ ഹാൻഡിക്യാപ്ഡ് കോഴിക്കോട് 14 എണ്ണം. ഏറ്റവും കൂടുതൽ A+. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് A+ ഗ്രേഡിന് അർഹരായ ജില്ല തൃശ്ശൂർ. പരീക്ഷാഫലം വൈകിട്ട് 3:30 മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. VHSCയുടേത്. ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയും മൂല്യനിർണ്ണയവും VHC ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷയും മൂല്യനിർണ്ണയത്തിനുമുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കിയ സ്കൂളിൽ 3/6/26 സമർപ്പിക്കേണ്ടതാണ്. +2 ഒരേ ഡേറ്റ് അല്ലേ വരുന്നത്? ഒന്നാണ്. ഇതിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ 2026 ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരേ ഡേറ്റ് ആണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ ആണ് പരീക്ഷ നടക്കുക. പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട ഡേറ്റ് 1/6 വിത്തൗട്ട് ഫൈനും ഫൈനോട് കൂടിയുള്ളത് 3/6 ലാസ്റ്റ് ഡേറ്റ്. അത് ഹയർ സെക്കൻഡറിക്കും ആ ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ +2 VHC പരീക്ഷാ ഫലങ്ങളുടെ വിശദാംശങ്ങളാണ് ഇതുവരെ നമ്മൾ പങ്കുവച്ചത്.